ഹലോ ഗെയ്സ്, അങ്ങനെ ഇതാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. അതുകൊണ്ടാണ് ഇപ്പം പുതിയതായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അങ്ങനൊന്നും സമയമില്ല. നമ്മളിപ്പോൾ ഒരു ഓട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത് ഇപ്പോൾ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്, വേറൊന്നുമല്ല. ഞങ്ങളിപ്പം കുറച്ച് ദിവസമായിട്ട് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വയറിനൊക്കെ ഉണ്ടാക്കും നല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് കരുതി ഇതൊട്ട് നമുക്ക് കുക്ക് ചെയ്യാമെന്ന്. അപ്പം കരുതി സാധനം വാങ്ങുന്നതും കുക്കിങ്ങിൻ്റെ ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇപ്പോൾ എല്ലാവർക്കും ഒരു കാണാനൊരു രസകരമായിരിക്കുമല്ലോ, എന്ന് വെച്ചാൽ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനൊരു കരുതി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പം നമുക്ക് നേരെ ഇതാ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളും പിന്നെ അതേപോലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താ കേസ്, നമ്മളിവിടെ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നാൽ അത്യാവശ്യം നല്ല ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ ഇട്ട് ലൈവായിട്ടുള്ള അങ്ങനെ എഴുതി ഇവിടെ നിന്ന് തന്നെ വാങ്ങാം. അങ്ങനെ നേരെ നമ്മൾ മീൻ മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ആ കയറി ചെന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ സൈഡിലും മീനൊക്കെ ചെന്ന് നോക്കിയപ്പോൾ നമ്മൾ മത്തി വാങ്ങാമെന്ന് കരുതിയത്. നമ്മുടെ നാട്ടിലെ മെയിനാണല്ലോ മത്തി. അങ്ങനെ മത്തി കൂട്ടി എന്താ പറയുക, മീൻ കറിയും പിന്നെ അതേപോലെ തന്നെ മീൻ പൊരിച്ചൊക്കെ വെക്കാമെന്നൊക്കെ കരുതി അങ്ങനെ നമ്മൾ മത്തിയൊക്കെ വാങ്ങി. പിന്നെ നമുക്ക് നല്ല തിരക്കാണ്, അതാണ് ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ല അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്തൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പച്ചക്കറി കടയിലേക്കാണ്. നമുക്ക് ആവശ്യമായ പച്ചക്കറി വാങ്ങേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഉള്ളിയും കാര്യങ്ങളും തുടങ്ങിയ എല്ലാ സാധനങ്ങളും വാങ്ങി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് നമ്മൾ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ്. നമ്മൾ ഓൾറെഡി സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചായിരുന്നു. പിന്നെ അതിന് തിരക്കിൽ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനായില്ല. അപ്പോൾ നമ്മൾ ആ നേരെ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ നേരെ വണ്ടി കൊണ്ടാക്കാൻ പോവുകയാണ്. ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാനുള്ളത് നമുക്ക് പെട്രോൾ വാങ്ങാനും പിന്നെ അതേപോലെ തന്നെ വെള്ളം പിടിക്കാനാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ പരിപാടി മൊത്തത്തിൽ ഓൾ സെറ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് മാത്രം മതി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പെട്രോൾ പമ്പിൽ പോയി അതുപോലെ പെട്രോളും വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റപ്പുറം തന്നെ നല്ല ശുദ്ധീകരിച്ച് വെള്ളം ഉണ്ടായിരുന്നു. നമുക്ക് ആ വെള്ളം എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് അത് നേരെ വണ്ടി കാര്യങ്ങളിലും കൊണ്ടുവച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന അടുത്ത് നമുക്ക് ഒരു കുക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ടോ കാര്യങ്ങളോ സെറ്റപ്പ് അങ്ങനത്തെ രീതിയിലുള്ള കണ്ടുപിടിക്കണം. ഏതെങ്കിലും ആളോ ഇന്ന സ്ഥലം കണ്ടുപിടിച്ചാൽ നമുക്ക് കാര്യമുള്ളൂ. പൊടിയും കാര്യങ്ങളൊക്കെ തെറിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വണ്ടി പോകാത്ത നല്ലൊരു സ്ഥലം നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ആ ഒരു സ്കൂൾ ഗ്രൗണ്ട് കണ്ടുപിടിച്ചു. അങ്ങനെ ആ കുക്കിംഗ് പരിപാടി തുടങ്ങുവാണ്. എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് ചോറൊക്കെ വെക്കേണ്ടിയിട്ടുള്ള കലമ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം മീൻ പൊരിക്കാനും കറി വെക്കാനൊക്കെ ഉള്ള ഒരു ചീനിച്ചട്ടി. പിന്നെ അതേപോലെ തന്നെ ഇതാ നമ്മുടെ മെയിൻ ഐറ്റം ഗ്യാസ് സ്റ്റൗ. ഇതിൻ്റെ ഉപയോഗമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു പാത്രം വാങ്ങിയിട്ടുണ്ട്, കാസ്റ്റർ മുള്ള പോലത്തെ, എന്ന് വെച്ചാൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കേണ്ടിയിട്ടുള്ള. പിന്നെ നമ്മൾ ചെറിയൊരു പാത്രം വാങ്ങിയിട്ടുണ്ട് വെള്ളം പിടിക്കേണ്ടിയിട്ട്. ഇത്രയും സാധനമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതാ 2 പ്ലേറ്റും വാങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നേരെ ഇതാ കുക്കിങ്ങിൻ്റെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിതാ പാത്രമൊക്കെ കഴുകി, പുതിയ വാങ്ങിയതാണല്ലോ, അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച്. പിന്നെ നമ്മളിതാ നേരെ ഇതാ സ്റ്റൗ റെഡിയാക്കിയാണ്. ഇത് ഡീസൽ സ്റ്റൗ കേട്ടോ, ഡീസൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഡീസൽ വെച്ച് സെറ്റാക്കാൻ പോകണം. അങ്ങനെ ഇതാ മൊത്തം പണിവാളി. നമ്മൾ വാങ്ങിയ ഗ്യാസ് സ്റ്റൗവിന് ഗ്യാസ് വരുന്നില്ല, എന്തോ പ്രശ്നം കാരണം. അപ്പം നമുക്ക് നേരെ കടയിൽ പോയിട്ട് ഗ്യാസ് സ്റ്റൗ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മളെ ഗ്യാസ് സ്റ്റൗ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വന്നു. നമ്മൾ ആദ്യം വാങ്ങിയ മോഡലല്ല വാങ്ങിയത്. ആ മോഡലിൽ എന്തൊക്കെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് നമ്മളിതാ വേറെ മോഡലാണ് വാങ്ങിയത്. അങ്ങനെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളും കൊണ്ടുവന്ന് സമയം പോയതുകൊണ്ട് നമ്മൾ നേരെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളിതാ കുക്കിങ്ങിൻ്റെ പരിപാടി ആരംഭിച്ചു. പിന്നെ അതേപോലെ തന്നെ കാറ്റടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളിതാ ഷീറ്റ് വയ്ക്കുകയാണ് ചെയ്ത് സൈഡിൽ. ചോറിന് വെള്ളം ചൂടാകുമ്പോഴത്തേക്കും കരുതി വേഗം അരിയൊന്ന് കഴുകി അതേപോലെ തന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ചു. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളിതാ അരി കഴിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ അരിയൊക്കെ കഴുകി കഴിഞ്ഞു. ഇവിടുന്ന് ഇതാ പച്ചക്കറി അരിഞ്ഞിടുന്നു. മീൻകറിക്കുള്ള നമ്മളിന്ന് മീൻകറിയാണ് വെക്കുന്നത്. ഗൈസ്, അങ്ങനെ അപ്പുവിന് നിർദ്ദേശപ്രകാരം നമ്മളിതാ വെള്ളത്തിലേക്ക് ഉപ്പിടുകയാണ്. ഉപ്പിട്ട വേഗം തിളക്കുന്നതാണ് അപ്പു പറയുന്നത്. അങ്ങനെ നമ്മൾ ചോറിലേക്കുള്ള വെള്ളത്തിൽ ഉപ്പിട്ടു. അങ്ങനെ അത് തിളച്ചിട്ട് വേണം നമുക്ക് അരിയിടാൻ. നമുക്ക് കട്ടിങ് ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ ചോറ് വെക്കാനുള്ള ചെമ്പിൻ്റെ മൂടിൻ്റെ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമുക്ക് കട്ടിങ് സ്കില്ല് കാണാം അപ്പൂൻ്റെ. ഞാനങ്ങനെ ചെയ്യുക. നമ്മളെ കത്തി ഒരു സംഭവം തന്നെ കേട്ടോ, ടൂള് പോലെ ഉണ്ട്. അങ്ങനെ സ്പീഡ് കട്ടി കത്തി പിടിക്കുന്നുണ്ടേ. നല്ല രീതിക്ക് കാറ്റുണ്ട്. സ്കൂൾ ഗ്രൗണ്ട് ആട്ടോ ഇത് കാണുന്നേ. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഷീറ്റ് വെച്ചിട്ട് പോലും നല്ല രീതിക്ക് കാറ്റുണ്ട്.
നമ്മൾ മീൻ കറി വെക്കേണ്ടിയിട്ട് വാങ്ങി നല്ല ഫ്രഷ് മത്തി. കേസ് നമ്മളെ ചോറിനുള്ള വെള്ളം തിളച്ചു. അപ്പം നമുക്ക് നേരെ അരിയിടാം. അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ എടുത്തിട്ട് കഴിഞ്ഞു. ഇനി ഇതങ്ങ് വേവട്ടെ. ഇത് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കറീൻ്റെ പരിപാടി നോക്കാൻ. ചോറ് വേകുന്ന സമയം കൊണ്ട് നമുക്കിതാ മീനിനൊക്കെ ഒന്ന് വരയിട്ടിട്ട് മസാലയൊക്കെ ഒന്ന് സെറ്റാക്കാം. നല്ലോണം വരയിട്ട് കൊടുത്താൽ നല്ല രീതിക്ക് മസാലയൊക്കെ പിടിക്കും. പീസ് അങ്ങനെ അരി വെന്തോ നോക്കട്ടെ. കുഴപ്പമില്ല, വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതാ ചോറങ്ങനെയായി. നേരെ നമുക്ക് ചോറെടുത്ത് വെച്ചിട്ട് ഈ കറീൻ്റെ പരിപാടി നോക്കാം. മീൻ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് കരുതി കുറച്ച് കറി വെക്കുക, അതേപോലെ തന്നെ കുറച്ച് പൊരിക്കാമെന്ന് കരുതി. അങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കുറച്ച് മറ്റേ മീൻ മസാല ഉപ്പ്. ഇന്നത്തെ കേസ് നമ്മൾ വെളിച്ചെണ്ണ കേസ് മീൻ പൊരിക്കുന്ന പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മീൻ പൊരിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കേസ് നമ്മളെ മീൻ പൊരിക്കുന്ന പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇതാ വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് മീൻ പൊരിച്ച പരിപാടി കഴിഞ്ഞ് മീൻ പൊരിച്ച ഒരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞു. അടുത്ത നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ മീൻ കറി വെക്കുന്ന പരിപാടിയാണ്. അങ്ങനെ മീൻ കറീൻ്റെ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇതാ നമ്മളെ മീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളമൊക്കെ ചെറുങ്ങനെ വറ്റുകയൊക്കെ ചെയ്ത് മീൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, അടിപൊളിയായിട്ടുണ്ട്. ഒരു മീൻ കറീൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ട്. പുളീൻ്റെ ഒരു കുറവുണ്ട്. പുളി ഇവിടെ എവിടെയും കിട്ടുന്നില്ല. ഞങ്ങൾ അറിയുന്ന ഭാഷയിലൊക്കെ ചോദിച്ചു നോക്കി. നെറ്റിൽ ഫോട്ടോ വരെ കാണിച്ചു കൊടുത്ത് പുളി കാണിച്ച് ഇത് അറിയുമോ ഉണ്ടോ എന്നും ചോദിച്ചു. ഇവിടെ അങ്ങനെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. 2-3 ഷോപ്പിലില്ല. പിന്നെ പുളി എന്തായാലും കുഴപ്പമില്ല. ബാക്കി നമുക്ക് ചോറിനോടി പിടിച്ച് നോക്കാം. എന്തായാലും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ സ്വന്തം കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നത്. ഇനി നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് പുറത്തോട്ട് അങ്ങനെ ഇറക്കി വെക്കാം. അങ്ങനെ നമ്മളെല്ലാം കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ മീനും പൊരിച്ച് കഴിഞ്ഞു, ചോറും വെച്ച് കഴിഞ്ഞു, മീൻ കറി ആയി കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. നമ്മളിതാ പായ് ഇവിടെ വിരിക്കട്ടെ. ഇതൊക്കെ വെയിലല്ലേ, നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ വിരിച്ചാലോ. ഇവിടെ ഇരിക്കാം. ഗീസ് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെ പായൊക്കെ വിരിച്ച് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ അതിൻ്റെ സൈഡിലായി കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാം കൂടെ പോയിട്ട് എടുക്കട്ടെ. അങ്ങനെ ഇതാ ഗീസ് നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ്. ഇതാണ് നമ്മളെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിതാ നല്ല മീൻ പൊരിച്ച മത്തി, രാത്രിക്ക് ഇതേ ഫുഡിന് കേട്ടോ ഗൈസ്. രാത്രിക്കും കൂടെയുള്ള ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചാണ്. ചോറുണ്ട്, അതേപോലെ തന്നെ കറിയും ഉണ്ട്, മീൻ പൊരിച്ചെല്ലാം ഉണ്ടാവും. രണ്ടാക്കല്ലേ വേണ്ടു. പിന്നെ അതുകൊണ്ട് രാത്രിക്കും കൂടെ ഉണ്ടാക്കി വെച്ച്
പൊരിച്ച മീനും. കഴിക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തായാലും ഇത് കഴിക്കട്ടെ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? സ്വന്തം ഉണ്ടാക്കിയ ആയതുകൊണ്ട് പറയുന്നില്ല, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, വേറെ ലെവൽ. ഇത്രയും ദിവസം ഹോട്ടലിലെ ഫുഡ് കഴിച്ച് ഞങ്ങൾ വയറൊക്കെ കേടാക്കി അന്നേരം ഈ ബുദ്ധി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായില്ലായിരുന്നു. ഇപ്പം നല്ല തനിനാടൻ നാട്ടിലെ ഫുഡ് കഴിക്കുന്ന പോലെ മസാലയും കാര്യങ്ങളൊക്കെ എടുത്താൽ പിന്നെ രണ്ടാമത്തെ പ്ലേറ്റും എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് രണ്ടാമത് ഞാൻ ഭക്ഷണം കഴിക്കും. കാര്യം കേട്ടോ. പൊരിച്ചതിൻ്റെ പ്ലേറ്റ് വരെ ബാക്കി വെച്ചിട്ടില്ല. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ വന്ന് മാങ്ങ പറിക്കേണ്ടിയിട്ട് അവരെ മാങ്ങ പറിക്കുന്ന സെറ്റപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കയറൊക്കെ എടുത്ത് വന്ന് കയറിൻ്റെ തെറ്റത്ത് കല്ലൊക്കെ കെട്ടി മുകളോട്ടേക്ക് കൊമ്പിലേക്ക് എറിഞ്ഞിട്ട് അവിടെ നിന്ന് സൈഡിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് താഴെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിതാ ഹെൽപ്പൊക്കെ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ അതാ കയറൊക്കെ കെട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ സെറ്റപ്പ്. ഇങ്ങനെ കയർ കല്ല് കെട്ടിയിട്ട് മുകളോട്ടേക്ക് എറിഞ്ഞിട്ട് അങ്ങനെ ഇതാ അതിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ കുറേ മാങ്ങയൊക്കെ വീണ് ആ മാങ്ങ വീണതൊക്കെ ചേട്ടൻ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാങ്ങയൊക്കെ പറിച്ച് കഴിഞ്ഞ് 2 മാങ്ങ അവിടെ നിന്ന് എടുത്ത് ഇപ്രാവശ്യം അങ്ങനെ മാങ്ങ കഴിച്ചിട്ടില്ല. അപ്പം നല്ല മുളകൊക്കെ തേച്ച് എണ്ണയൊക്കെ വെച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് പിടിക്കട്ടെ, നൊസ്റ്റോളജി ഒന്ന് പിടിക്കട്ടെ. ഇതാ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പം രാത്രിയായപ്പോൾ ഇതാ നമ്മൾ നേരെ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയാണ്. നമ്മൾ കുളിക്കേണ്ടിയിട്ട് വന്നതാണ്. ലോറിക്കാരും അതേപോലെ വലിയ വണ്ടിക്കാരൊക്കെ കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് നമ്മൾ നേരെ വണ്ടി എടുത്തു വന്നു. അങ്ങനെ വണ്ടിക്ക് സൈഡൊക്കെ നമ്മൾ നേരെ താഴോട്ടേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ ഗൈസ്.